എല്ലാവർക്കും യു കെ എനർജീസോണിൻ്റെ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓപ്ഷൻ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസിംഗ് എന്നുള്ള ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസിംഗ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസിംഗ് ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസിംഗ്. ഓപ്ഷൻ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, അതോടൊപ്പം തന്നെ സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടർ, മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടർ ഓപ്ഷൻ പ്രൈസിങ്ങിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓപ്ഷൻ പ്രൈസിങ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പ്രൈസിൽ വരുന്നത് എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ ഓപ്ഷൻ പ്രൈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ. ഇതിൽ ടൈം വാല്യൂവിനെ നമുക്ക് എന്തുകൂടി പറയാം? ടൈം വാല്യൂവിനെ എക്സ്ട്രിൻസിക് വാല്യൂ എന്ന് പറയാം. എക്സ്ട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ പ്രീമിയം ഓവർ പാരിറ്റി അല്ലെങ്കിൽ ഇതിനെ തന്നെ എന്താണ് സ്പെക്കുലേറ്റീവ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, സ്പെക്കുലേറ്റീവ് വാല്യൂ എന്നുള്ളത് അല്ലെങ്കിൽ വോളറ്റൈൽ വാല്യൂ ഇതെല്ലാം ഏതാണ്? ടൈം വാല്യൂവിൻ്റെ നമ്മൾ അതിൻ്റെ വ്യത്യസ്തമായ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രിൻസിക് വാല്യൂ, പിന്നീട് പ്രീമിയം ഓവർ പാരിറ്റി, പിന്നീട് സ്പെക്കുലേറ്റീവ് വാല്യൂ, പിന്നീട് വോളറ്റൈൽ വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ഓഫ് മണിയാണ്. അല്ല, ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണ്. ഓക്കെ, അപ്പം അതിൽ ഈ ടൈം വാല്യൂ നമ്മൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. സ്പോട്ട് പ്രൈസും അതോടൊപ്പം തന്നെ എന്താണ് സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണത് ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത്. ഈ രണ്ട് ടേംസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഈ രണ്ട് ടേംസും അതോടൊപ്പം തന്നെ ഇൻ ദ മണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്താൽ നമുക്ക് ഓപ്ഷൻ്റെ ഫാക്ടേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്പോട്ട് പ്രൈസിൻ്റെ മറ്റൊരു പേരെന്താണ്? സ്പോട്ട് പ്രൈസ് എന്നുള്ളത്. സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ പ്രിവൈലിംഗ് ആക്ച്വൽ റേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ കറൻറ്റ് പ്രൈസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈയിങ് അസറ്റ്. സിമ്പിളായിട്ട് എന്താണ്? പ്രൈസ് ഓഫ്, ഇതൊക്കെ ഈ ടെക്സ്റ്റിനകത്തൊക്കെ ഈ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താണ്? പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈയിങ് അസറ്റ്. ഇപ്പോൾ സ്പോട്ട് പ്രൈസിന് എന്താണ്? പ്രിവൈലിംഗ് ആക്ച്വൽ റേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? കറൻറ്റ് പ്രൈസ് സിമ്പിളായിട്ട്, അല്ലെങ്കിൽ കറൻറ്റ് സ്പോട്ട് പ്രൈസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്? പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈയിങ് അസറ്റാണ്. ഓക്കെ, അതായത് എന്താണ്? കറൻറ്റ് ആക്ച്വൽ റേറ്റിനെയാണ് നമ്മൾ പ്രിവൈലിംഗ് ചെയ്തിട്ടുള്ള മാർക്കറ്റിലുള്ള ആക്ച്വൽ റേറ്റിനെയാണ് എന്ത് പറയുന്നത്? സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എക്സസീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും അല്ലേ? സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്ന പ്രൈസാണ്. അല്ലെങ്കിൽ പ്രൈസ് പെയ്ഡ് എന്ന് പറയാം. ഇതെല്ലാം തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ് ആണ് എന്ത്? ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഈ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കേസിൽ ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിൽ അവിടെയുള്ള ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസാണ്. സ്ട്രൈക്ക് പ്രൈസാണ് കോൾ ഓപ്ഷൻ്റെ കേസിലുള്ള ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ കേസിനകത്തുള്ള ഇൻട്രിൻസിക് വാല്യൂ എന്താണ്? പുട്ട് ഓപ്ഷൻ്റെ കേസിനകത്തുള്ള ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൾ ഓപ്ഷൻ പഠിക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കുക. എന്താണ്? സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസാണ്. സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസാണ് എന്ത്? പുട്ട് ഓപ്ഷൻ്റെ കേസിലുള്ള ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനകത്ത് നമുക്ക് രണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഓപ്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണ്. അപ്പോൾ അതിൽ തന്നെ എന്താണ്? ടൈം വാല്യൂ എന്നുള്ളത് എന്താണ്? ഓപ്ഷൻ പ്രൈസ് മൈനസ് ഇൻട്രിൻസിക് വാല്യൂ ആണ്.
എന്തെന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ടൈം വാല്യൂ എങ്ങനെയും പറയാം, മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഓപ്ഷൻ എക്സീഡ്സ് ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ. മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഓപ്ഷൻ എക്സീഡ്സ് ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ ഈസ് കോൾഡ് ടൈം വാല്യൂ. ഓക്കെ, അതിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ പ്രൈസ് മൈനസ് എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങളൊന്ന് ക്ലിയർ ആക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടുമുള്ള ഡിറ്റർമിനേഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ് എന്നുള്ള. കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എക്സസീവ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് ഇ എന്നുള്ള സിമ്പിളിനകത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യും എക്സസീവ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത്. പിന്നീട് ടൈം ടു എക്സ്പയറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി എന്നുള്ള സിമ്പിളാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്, ടി എന്നുള്ള സിമ്പിളിൽ ഡിനോട്ട് ചെയ്യും. പിന്നീട് വോളറ്റബിലിറ്റി അല്ലെങ്കിൽ എന്താണ് വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് പ്രൈസിനകത്തുള്ള അല്ലെങ്കിൽ പ്രൈസിനകത്തുള്ള ഓപ്ഷൻ പ്രൈസിനകത്തുള്ള എന്താണ് വാരിയബിലിറ്റി അല്ലെങ്കിൽ വോളറ്റബിലിറ്റി, അതാണെന്ത് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. അതായത് എന്താണ് സിഗ്മ, സ്മോൾ ലെറ്റർ എന്നാണ് സിഗ്മയായിട്ട് ഡിനോട്ട് ചെയ്യും, സ്മോൾ ലെറ്റർ സിഗ്മയായിട്ട് ഡിനോട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് റേറ്റ് എന്നുള്ളത്, റേറ്റ് എന്ന് പറഞ്ഞാൽ ആർ എന്നുള്ള സിമ്പിളിനകത്ത് നമ്മൾ റേറ്റ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യും, റേറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഡിവിഡൻഡ് എന്നുള്ളത്, ഡിവിഡൻഡ് നമ്മൾക്ക് ഡി എന്നുള്ള സിമ്പിളിനകത്ത് ഡിനോട്ട് ചെയ്യും, ഡിവിഡൻഡ് എന്താ എന്താണ് ഡി എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓപ്ഷൻ പ്രൈസിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ്. രണ്ടാമത്തെ സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എക്സൈസ് പ്രൈസ് എന്നുള്ളത്. ദെൻ എന്താണ് ടൈം ടു എക്സ്പയറേഷൻ എന്നുള്ള ടി എന്നുള്ളത്. പിന്നീട് സ്മോൾ ലെറ്റർ സിഗ്മയിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. ദെൻ ആർ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ എന്താണ് ഡിവിഡൻഡ് എന്നാണ്. ഓക്കെ, ഇത് പലപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എന്ത് കറൻറ്റ് പ്രൈസ് എന്നുള്ളത്. കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ്. കറൻറ്റ് പ്രൈസ് അഥവാ എന്താണ് പ്രൈസ് ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ്. നമ്മൾ എസ് എന്നുള്ള സിമ്പിളാണ് ഇത് നമ്മൾ നോട്ട് ചെയ്യുന്നത്, ഒന്നാമത്തെ ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ് എന്ന് വളരെയധികം എന്താണ് അണ്ടർലൈങ് അസറ്റിൻ്റെ അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ കറൻറ്റ് പ്രൈസ് നമ്മൾ ഓപ്ഷൻ്റെ പ്രൈസിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് നമ്മളെന്താണ് ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി എന്ന് പറഞ്ഞിട്ട് മണിനെസ് എന്നുള്ളൊരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ബോക്സ് ഞാൻ വരച്ച് വെക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അവർ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ള എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാൻ വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കറൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻ്റെ സ്പോട്ട് പ്രൈസ് എന്നുള്ളത് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾക്ക് എന്താ പറയുക കോൾ ഓപ്ഷൻ്റെ കേസിലാണ് പറയുന്നത്. കോൾ ഓപ്ഷൻ്റെ കേസിൽ ഓപ്ഷൻ്റെ സ്പോട്ട് പ്രൈസ് എന്നുള്ളത് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഇൻ ദ മണിയാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം ആ കോൾ ഓപ്ഷൻ എന്താണ് മോർ വാല്യുബിൾ എന്ന് പറയാം. എന്താണ് കോൾ ഓപ്ഷൻ മോർ വാല്യുബിൾ ആണ് എന്ന് പറയാം. കോൾ ഓപ്ഷൻ മോർ വാല്യുബിൾ ആണ്. എങ്ങനെയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം ദ പ്രൈസ് ഓഫ് എൻ കോൾ ഓപ്ഷൻ ഡിറ്റർമൈൻഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഓഫ് ദ എസ് ആൻഡ് ഇ. ഡിഫറൻഷ്യൽ ഓഫ് ദ എസ് ആൻഡ് ഇ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എക്സൈസ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് പ്രൈസിനാണ് നമ്മൾ പറയുന്നത് ഈ എക്സൈസ് പ്രൈസ് എന്നുള്ളത്. പിന്നെന്താണ് എസ് എന്താണ് സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ കറൻറ്റ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇവിടെ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇവിടെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ കോൾ ഓപ്ഷൻ ഈസ് മോർ വാല്യുബിൾ എന്ന് പറയാം.
അപ്പം അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഇപ്പം കോൾ ഓപ്ഷൻ മോർ വാല്യബിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റൈറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓപ്ഷൻ റൈറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് ഗ്രേറ്റർ റിസ്ക് ആണ് അല്ലേ. ഇപ്പോൾ സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതൽ ആണ് എങ്കിൽ a call option become more expensive as writer of the call, more expensive as writer of the call. ഇവിടെ എന്താണ് റൈറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടേംസ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. റൈറ്ററിന് ഇവിടെ എന്താണ് ഗ്രേറ്റർ റിസ്ക് ആയിരിക്കും ഇവിടെ അല്ലേ. റൈറ്ററിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും, അത് ഗ്രേറ്റർ റിസ്ക് ആയിരിക്കും. എന്തുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ സ്പോട്ട് പ്രൈസ് എന്താണ് ഇവിടെ കൂടുതലാണ്. സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ പ്രിവെയിലിംഗ് ആക്ച്വൽ റേറ്റ് കറൻറ്റ് പ്രൈസ് എന്നുള്ളത് കൂടുതലാണ് സ്ട്രൈക്ക് പ്രൈസിനേക്കാളും. അതുകൊണ്ട് തന്നെ റൈറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് കൂടുതൽ റിസ്കി ആയിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ കേസിലാണ് കോൾ ഓപ്ഷൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റിവേഴ്സും പറയാൻ വേണ്ടി പറ്റും. അതായത് എന്താണ് ഇപ്പോൾ സ്പോട്ട് പ്രൈസ് എന്നുള്ളത് എന്താണ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ, സ്പോട്ട് പ്രൈസ് എന്നുള്ളത് എന്താണ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും, മണിനെസ്സിനകത്ത് ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കോൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് എന്താണ് കുറവായിരിക്കും എന്നുള്ളത്. കോൾ ഓപ്ഷൻ്റെ വാല്യൂ അതാണ് കുറവായിരിക്കും. ഇതിനകത്തൊരു പേ ഓഫ് എന്നുള്ള ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ ടെക്സ്റ്റിനകത്ത് കണ്ടേക്കാം പേ ഓഫ് എന്നുള്ളത്. ഓക്കെ, when a call option is access to the pay off resulting, എങ്ങനെയാണ് ഇവിടെ പേ ഓഫ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. കോൾ ഓപ്ഷൻ കൂടുതൽ വാല്യുബിൾ ആവുന്നത് എങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്തായിരിക്കും, കോൾ ഓപ്ഷൻ വാല്യൂ എന്തായിരിക്കും കുറവായിരിക്കില്ലേ. കോൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് കോൾ ഓപ്ഷൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ വാല്യൂ ആയിരിക്കും. കാരണം ഇവിടെ എന്താണ് ഔട്ട് ഓഫ് ദ മണിയാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇൻവെസ്റ്ററിൻ്റെ പാർട്ടിനകത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്ററിന് ഇവിടെ ബെനിഫിറ്റ് ആയിരിക്കും. ഇൻവെസ്റ്ററിൻ്റെ ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ അൺഫേവറബിൾ പൊസിഷനാണ് അവരുടെ ഭാഗത്ത് നിന്ന്, ഇൻവെസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കേസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടേമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈയിങ് അസറ്റ് എന്നുള്ളത്. എന്താണ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ അതിൽ കോൾ ഓപ്ഷൻ്റെ കേസിൽ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നേരെ റിവേഴ്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് പുട്ട് ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ സ്പോട്ട് പ്രൈസ് കൂടുതലാണ്, സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ അതെന്താണ് ഔട്ട് ഓഫ് ദ മണി അല്ലെങ്കിൽ അവിടെ വാല്യൂ എന്തായിരിക്കും, അവിടെ പ്രൈസ് ഡിഗ്രീസസ് എന്ന് പറയാം. പ്രൈസ് പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് എന്താണ് ഡിഗ്രീസസ്. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിലോ സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ എന്താണ് സ്പോട്ട് പ്രൈസ് എന്നുള്ളത് കുറവാണ്, സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ സ്പോട്ട് പ്രൈസ് കുറവാണെങ്കിൽ അവിടെ എന്താണ് ഇൻ ദ മണിയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഓപ്ഷൻ്റെ പ്രൈസ് ഇവിടെ എന്താണ് ഇൻക്രീസസ്, ഓപ്ഷൻ പ്രൈസ് ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കേസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒന്ന് കോൾ ഓപ്ഷൻ്റെ കേസിലും അതോടൊപ്പം തന്നെ പുട്ട് ഓപ്ഷൻ്റെ കേസിലുള്ള ഇൻ ദ മണിയും ഔട്ട് ഓഫ് ദ മണി, അല്ലെങ്കിൽ ഓപ്ഷൻ്റെ പ്രൈസ് എന്താണ് കൂടുന്നത് ഏത് സന്ദർഭത്തിലാണ്, ഓപ്ഷൻ്റെ പ്രൈസ് കുറയുന്നത് ഏത് സന്ദർഭത്തിലാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കാം. ഇനി രണ്ടാമത്തത് ഓപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഒന്നാമത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കറൻറ്റ് പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ എന്നുള്ള രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ് എക്സസ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാം. സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് സ്ട്രൈക്ക് പ്രൈസും അതോടൊപ്പം തന്നെ എന്താണ് സ്പോട്ട് പ്രൈസും തമ്മിലുള്ളത്. ഓപ്ഷൻ പ്രൈസിങ്ങിനെ ഇപ്പോൾ ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുകയും ഈ ഓരോ ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്, ഓപ്ഷൻ്റെ പ്രൈസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൾ ഓപ്ഷൻ്റെ കേസിലും അതോടൊപ്പം തന്നെ എന്താണ് പുട്ട് ഓപ്ഷൻ്റെ കേസിലും എന്താണ് ഈ ഒരു വാല്യൂ ഇൻഫ്ലുവൻസ് ദ ഇമ്പാക്ട് ഓഫ് ദ എക്സൈസ് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് ഓൺ ദ വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ ഈസ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദ സ്പോട്ട് പ്രൈസ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്സൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സൈസ് പ്രൈസ് ലോവർ ആണെങ്കിൽ, എക്സൈസ് പ്രൈസ് ഇവിടെ കുറയുകയാണെങ്കിൽ, എക്സൈസ് പ്രൈസ് കൂടുതലാണെങ്കിൽ ഹയർ ദ എക്സൈസ് പ്രൈസ്, ലോവർ ഈസ് ദ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും, കോൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് കുറവായിരിക്കും.
എക്സ് പ്രൈസ് കൂടുതലാണെങ്കിൽ എന്താണ് കോൾ ഓപ്ഷൻ്റെ വാല്യൂ കുറവായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതേ സെയിം പോയിൻ്റ് തന്നെയാണ്. അതായത് എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത്, നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത് കോൾ ഓപ്ഷൻ്റെ കേസിലാണ് പറയുന്നത്. കോൾ ഓപ്ഷൻ്റെ കേസിൽ സ്ട്രൈക്ക് പ്രൈസ് കൂടുതലാണ്. സ്ട്രൈക്ക് പ്രൈസിനാണെന്ന് ഇവിടെ എക്സ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ കൂടുതലാണ്. സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താണ് ഔട്ട് ഓഫ് ദ മണി ഇല്ലേ, ഔട്ട് ഓഫ് ദ മണിയാണ്. അല്ലെങ്കിൽ ഇവിടെ കോളിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, കോളിൻ്റെ വാല്യൂ കുറയുന്നു. അതായത് എക്സ് പ്രൈസ് കൂടുതലാണെങ്കിൽ, സ്ട്രൈക്ക് പ്രൈസ് കൂടുതലാണെങ്കിൽ കോളിൻ്റെ വാല്യൂ കുറയുന്നു. വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ എന്താണ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോവർ ദ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫാക്ടറിനകത്ത് വരുന്നത്. അപ്പോൾ കോൾ ഓപ്ഷന് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് അത് പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കോളിൽ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ഇതിൽ വരുന്നത്, പുട്ട് ഓപ്ഷനകത്ത് വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് നമുക്ക് ഇവിടെയും നമുക്ക് എഴുതാൻ പറ്റും. കാരണം സ്ട്രൈക്ക് പ്രൈസിൽ എക്സ് പ്രൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം ടു എക്സ്പയറേഷൻ എന്നാണ്. എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിട്ടില്ല. ടേംസ് പറയുമ്പം ഡേറ്റ് ഓൺ വിച്ച് ദ ഓപ്ഷൻ എക്സ്പയേഴ്സ് ആണ് എക്സ്പയറേഷൻ ഡേറ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ടൈം ടു എക്സ്പയറേഷൻ ഇവിടെ നിന്ന് ഉദ്ദേശിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ആ ടൈം എന്താണ് കൂടുകയാണെങ്കിൽ, ലോങ്ങർ ലൈഫ് ആണെങ്കിൽ, ഓപ്ഷൻ വിത്ത് ലോങ്ങർ ലൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോങ്ങർ ടൈം ടു എക്സ്പയറേഷൻ ആണെങ്കിൽ അതെന്താണ് വാല്യൂ കൂടുതലായിരിക്കും. ടൈം കൂടുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, വാല്യൂ കൂടുതലായിരിക്കും. സിമിലർ ഓപ്ഷൻ വിത്ത് ഷോർട്ടർ ലൈഫ് ഇവിടെ ലൈഫ് ഇവിടെ കുറയുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, വാല്യൂ എന്തായിരിക്കും, കുറയുകയാണ് ഉണ്ടാവുക. ഓക്കെ, കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ മോർ ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം ദ പ്രോഫിറ്റബിൾ ദാൻ ദ ഷോർട്ടർ ലൈഫ് ഓപ്ഷൻ. ഇവിടെ കൂടുതൽ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഇവിടെ കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ലോങ്ങർ ടൈം ആണെങ്കിൽ അവിടുത്തെ വാല്യൂ കൂടുതലും, ഷോർട്ടർ ഇവിടുത്തെ അതുപോലെ തന്നെ ടൈം ടു എക്സ്പയറേഷൻ എന്നുള്ളത് ഇവിടെ ലോങ്ങർ അല്ല, കുറവാണ്, അല്ലെങ്കിൽ ഷോർട്ടർ ആണെങ്കിൽ എന്തായിരിക്കും, വാല്യൂ കുറവായിരിക്കും. ഓക്കെ, ആ രണ്ട് പോയിന്റ് ജസ്റ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോൾ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ കേസിനകത്ത് ഒരു കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ ഉള്ളൊരു 3 മന്ത് ഉള്ള ഒരു കോളോ പുട്ട് ഓപ്ഷൻ അവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും കമ്പയർ ടു ദ ഓപ്ഷൻ വിത്ത് എക്സ്പയറി വിത്ത് 1 മന്തിൻ്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കോൾ ഓപ്ഷനിലെ പുട്ട് ഓപ്ഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 3 മന്ത്സിന് എന്തായാലും വിൽ കോസ്റ്റ് മോർ ദാൻ ദ കോൾ ഓർ പുട്ട് വിത്ത് എക്സ്പയറേഷൻ ഇൻ 1 മന്ത് എന്നുള്ളത്. ഓക്കെ, ഇത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ടൈം ടു എക്സ്പയറേഷൻ്റെ ലോങ്ങർ ലൈഫ് ആണെങ്കിൽ അവിടെ വാല്യൂ കൂടുതലും, ഷോർട്ടർ ആണെങ്കിൽ എന്താണ് വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു ഫാക്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നാലാമത്തെ പറഞ്ഞാൽ വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വരുന്ന വാല്യബിലിറ്റി. നമ്മൾ ഡിനോട്ട് ചെയ്ത സിമ്പിൾ എന്താണ്, സ്മോൾ ലെറ്റർ സിഗ്മ എന്നുള്ള സിമ്പിൾ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്, വാരിയബിലിറ്റി ഓഫ് ദ സ്റ്റോക്ക് എന്നുള്ള വേരിയബിലിറ്റി അല്ലെങ്കിൽ എന്താണ് വോളറ്റിലിറ്റി എന്ന് പറയാം. അതായത് സ്റ്റോക്ക് പ്രൈസിനകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്, സ്റ്റോക്ക് പ്രൈസിനകത്ത് നിന്ന് ഫ്ലക്ച്വേഷൻ തീർച്ചയായിട്ടും എന്താണ് ഓപ്ഷൻ പ്രൈസിങ്ങിനെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലപ്പോൾ എന്താണ് ഷാർപ്പ് റൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റീപ്പ് ഫോൾ ഉണ്ടാവും. ഓപ്ഷൻ്റെ സ്റ്റോക്ക് പ്രൈസിനകത്ത് ഷാർപ്പ് റൈസ് അല്ലെങ്കിൽ സ്റ്റീപ്പ് ഫോളൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് ഓപ്ഷൻ്റെ പ്രൈസിനകത്തും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ദ ഓണർ ഓഫ് ദ കോൾ ഓപ്ഷൻ ബെനിഫിറ്റ് ഫ്രം ദ റൈസ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ, ഇവിടെ എന്താണ് കോൾ ഓപ്ഷൻ്റെ ഓണർ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ്റെ ഇൻവെസ്റ്ററിന് എന്തായിരിക്കും, അത് കൂടുതൽ ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വഴിയൊരുക്കും. കോൾ ഓപ്ഷൻ്റെ ഓണറിന് എന്താണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, റിവേഴ്സും പറയാൻ വേണ്ടി പറ്റും.
ഒന്ന് നിങ്ങൾ പഠിച്ചാൽ അതിൻ്റെ റിവേഴ്സ് നമുക്ക് ഇവിടെ ഈസിയായിട്ട് പറയാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, എന്താണ് വാരിയബിലിറ്റി, സ്റ്റോക്ക് പ്രൈസിൻ്റെ വാരിയബിലിറ്റി, അതിൻ്റെ ഡിഗ്രി ഓഫ് ദ വാരിയബിലിറ്റി അല്ലെങ്കിൽ വോളറ്റബിലിറ്റി ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ് സ്റ്റോക്ക് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിൽ പ്രൈസ് കൂടുകയാണ് എങ്കിൽ അവിടെ എന്തായിരിക്കും, കോൾ ഓപ്ഷൻ്റെ കേസിൽ എന്തായിരിക്കും, ഓണർ ഓഫ് ദ കോൾ ഓപ്ഷന് എന്താണ് ബെനിഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓണർ ഓഫ് ദ കോൾ ഓപ്ഷൻ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അത് പക്ഷേ ഇവിടെ പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു ഡൗൺലോഡ് ഒരു റിസ്ക് അവിടെ ഉണ്ടാകും. പക്ഷേ ആ റിസ്ക് എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലൻ്റ് ആയിരിക്കും, ഓപ്ഷൻ്റെ പ്രീമിയം കൊടുത്തതിന് മാത്രമേ. റിസ്ക് നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുക, റിസ്ക് ഈസ് ലിമിറ്റഡ്. ഇവിടുത്തെ റിസ്ക് ഓണറിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ റിസ്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും. ബിക്കോസ് ദ മാക്സിമം ഹി ലോസസ് ഈസ് ദ ഓപ്ഷൻ പ്രീമിയം. ഓപ്ഷൻ പ്രീമിയം മാത്രമേ അദ്ദേഹം നഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ്റെ എന്താണ് പ്രൈസ് കൂടുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി പ്രൈസ് കുറയുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെ കൊടുത്തിട്ടുള്ള എന്താണ് ഓപ്ഷൻ്റെ ഓണർ റൈറ്ററിന് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ എമൗണ്ട് മാത്രമേ ആർക്ക് നഷ്ടപ്പെടുന്നുള്ളൂ, ഇവിടെ ഓണറിന് നഷ്ടപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അദ്ദേഹത്തിൻ്റെ റിസ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ അപ് ടു ദ പ്രീമിയം ഹീസ് പെയ്ഡ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രീമിയം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രീമിയം മാത്രമേ അദ്ദേഹം നഷ്ടപ്പെടുകയുള്ളൂ. ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ കൊടുത്തിട്ടുള്ള പ്രീമിയം മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുള്ളൂ, നഷ്ടപ്പെടുന്നുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് കുറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം വരെയായിരിക്കും അദ്ദേഹത്തിൻ്റെ റിസ്ക് എന്നുള്ളത്. ഓക്കെ, ഇതാണ് വോളറ്റബിലിറ്റി അല്ലെങ്കിൽ വാരിയബിലിറ്റി ഓഫ് ദ സ്റ്റോക്ക് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ ആർ എന്നുള്ളൊരു സിമ്പിൾ ഡിനോട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് സ്മോൾ ലെറ്റർ ആറിൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും തീർച്ചയായിട്ടും എന്താണ് ഓപ്ഷൻ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ എക്സൈസ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് കുറവായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പം എക്സൈസ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് കുറവായിരിക്കും. ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അത് ഏതിനെ എഫക്റ്റ് ചെയ്യും, ഇതിനെ കോൾ ഓപ്ഷനും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ വാല്യൂ ഓഫ് ദ കോൾ എന്ത് ചെയ്യും, കോളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് ദ കോൾ ഇൻക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് ദ പുട്ട് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് എന്ന് ഇവിടെ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പുട്ട് ഓപ്ഷൻ നമ്മൾ കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസും അതോടൊപ്പം തന്നെ സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഒരു അത് കൂടുകയും കുറയും ചെയ്യുമ്പം ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇവിടെ കോളിൻ്റെ കേസ് എന്താണ് ഇൻ ദ മണി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് കോളിൻ്റെ വാല്യൂ ഇവിടെ കൂടുതലായിരിക്കും, പുട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ കുറവായിരിക്കും, പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി ഇപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സൈസ് പ്രൈസ് ഇവിടെ കുറയുന്നു. പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറയുന്നതുകൊണ്ട് തന്നെ ഇത് അഡ്വേഴ്സ്ലി ഏതിനെ എഫക്റ്റ് ചെയ്യും, പുട്ട് ഓപ്ഷനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ എന്താണ് കോൾ ഓപ്ഷൻ്റെ കേസിൽ എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത്. ഇനി ആറാമത്തെ ഡിവിഡൻഡ് എന്നാണ്. ഡിവിഡൻഡ് ഓക്കെ, ഇതിന് ബെനിഫിറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഡിവിഡൻഡ് എന്നുള്ള ഒരു കാര്യം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, വാല്യൂ ഓഫ് ദ അസറ്റ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സ്പോട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ സ്പോട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കോൾ ഓപ്ഷൻ്റെ കേസിലാണെങ്കിലും അത് പുട്ട് ഓപ്ഷൻ്റെ കേസിലാണെങ്കിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പോട്ട് പ്രൈസിൻ്റെ വാല്യൂ നമ്മൾ ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് കോളിൻ്റെ കേസിലും ഇൻഫ്ലുവൻസ് ചെയ്യും, അതോടൊപ്പം തന്നെ പുട്ടിൻ്റെ കേസിലും അതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ഡിവിഡൻഡ് കൂടുതലാണെന്ന് ഉദ്ദേശിക്കുന്നത് ദ വാല്യൂ ഓഫ് ദ കോൾ ഡിക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് ദ പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നോട്ടേക്ക്. ഡിവിഡൻഡ് കൂടുമ്പോൾ എന്താണ് വാല്യൂ ഓഫ് ദ കോൾ ഡിക്രീസ് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ പുട്ട് ഓപ്ഷൻ എന്താണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്
ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്ഷൻ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്. എസ് ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് എന്താണ് സ്പോട്ട് പ്രൈസ് എന്നുള്ളത്, നമ്മൾ എസ് എന്നുള്ള ഒരു സിമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ഇതാണ് കറൻറ്റ് പ്രൈസ് എന്നുള്ളത്, പിന്നെ ദെൻ നെക്സ്റ്റ് എക്സസീവ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത്. ഇത് രണ്ടും മാറിപ്പോകരുത്. നമ്മൾ ഈ എസ് എന്നുള്ള സിമ്പിൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈയിങ് അസറ്റാണ്, അല്ലെങ്കിൽ കറൻറ്റ് പ്രൈസാണ്. ഇ എന്നുള്ള സിമ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എക്സസീവ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് പ്രൈസാണ്. ദെൻ ടൈം ടു എക്സ്പയറേഷൻ എന്നുള്ളത്. പിന്നീട് വോളറ്റബിലിറ്റി അല്ലെങ്കിൽ വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്, അതിന് സ്മോൾ ലെറ്റർ സിഗ്മയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. പിന്നെ റേറ്റ് എന്നുള്ളത്, പിന്നീട് ഡിവിഡൻഡ് എന്നുള്ളത്. ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.